ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് തുടക്കാം. ഇന്ന് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് മൂവ്മെൻ്റ് ആണ് നടത്തിയത്. ഈ ആഴ്ചത്തെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരുന്നു ഇന്ന്. നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് മാർക്കറ്റ് ഹോളിഡേ ആണ്. അതുകൊണ്ട് ആൾക്കാരെല്ലാം ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് കൂടുതൽ ബൈ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിഫ്റ്റി ഇന്ന് ഓൾമോസ്റ്റ് ഫ്ലാറ്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. 11 പോയിൻറ്റ്സ് മാത്രമേ ഉയർച്ച വന്നിട്ടുള്ളൂ. 24,631 ഇന്ന് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 160 പോയിൻറ്റ്സ് ഉയർന്ന് 55,341 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 177 പോയിൻറ്റ്സ് കുറഞ്ഞ് 56,504 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 66 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 17,547 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 12.35 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 57 പോയിൻറ്റ്സ് ഉയർന്ന് 80,597 ക്ലോസ് ചെയ്തത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്നും ബൈയിലായിരുന്നു. 3,700 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. 2,889 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു എന്ന് FII നടത്തിയത്. DIF ആക്ടിവിറ്റി ഈ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച DII എല്ലാ ദിവസവും ബൈയിങ്ങിലായിരുന്നു. 17,804 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII ഈ ആഴ്ച. FII കണ്ടിന്യൂസ് സെല്ലിങ്ങിലായിരുന്നു. SFI എന്ന് 11,135 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FII ഈ ആഴ്ച നടത്തിയത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി PSU ബാങ്ക് എന്നിവ ചെറിയൊരു വ്യത്യാസത്തിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഓട്ടോ 3 പോയിൻറ്റ്സ് കുറഞ്ഞ് 24,118 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 34,469 ക്ലോസ് ചെയ്തപ്പോൾ 270 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 95 പോയിൻറ്റ്സ് ഉയർന്ന് 26,333 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 54,656 ക്ലോസ് ചെയ്യുമ്പോൾ 353 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,644 ക്ലോസ് ചെയ്യുമ്പോൾ 46 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 34 പോയിൻറ്റ്സ് കുറഞ്ഞ് 8,991 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 34,833 ക്ലോസ് ചെയ്യുമ്പോൾ 140 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 9216 ക്ലോസ് ചെയ്തപ്പോൾ 129 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ എന്ന് 8 പോയിൻറ്റ്സ് കുറഞ്ഞ് 1653 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 101 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 10,997 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21 പോയിൻറ്റ്സ് ഉയർന്ന് 22,151 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8 പോയിൻറ്റ്സ് ഉയർന്ന് 7,025 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി എന്ന് 6 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 879 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ 1,009 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,663 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ 2.01% റാലി നടത്തി. ഇറ്റേണൽ 1.71% റാലി നടത്തി. ഇൻഫി 1.50% റാലി നടത്തി. HDFC ലൈഫ് 1.47%, ഏഷ്യൻ പെയിൻറ്റ്സ് 1.19%, ഏഷ്യ മോട്ടോഴ്സ് 0.56%, മാരുതി 0.55%, ഗ്രാസിം 0.52%, ടൈറ്റൻ 0.52% ആൻഡ് ICICI ബാങ്ക് 0.48% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് കഴിഞ്ഞ് ടാറ്റ സ്റ്റീൽ ഇന്ന് 2.81% ഫോൾ നടത്തി. അദാനി പോർട്സ് 1.38%, ഹീറോ മോട്ടോകോപ്പ് 1.27%, ടെക്കം 1.20%, ടാറ്റ കൺസ്യൂമർ 1.01%, ജിയോ ഫിനാൻസ് 0.98%, ONGC 0.87%, ബെൽ 0.84%, അൾട്രാസിംകോ 0.82% ആൻഡ് HCL ടെക് 0.81% ഫോളാണെന്ന് കണ്ടത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ 25, അതായത് 2024 ഓഗസ്റ്റ് 25,235 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,631 നിൽക്കുമ്പോൾ കഴിഞ്ഞ 12 മാസമായി നിഫ്റ്റി ഇന്ന് 2.40% ലോസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ചാർട്ട് നോക്കിയാൽ കാണാം, അതൊരു V ഷേപ്പ് മോഡലാണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്. നിഫ്റ്റി 50യുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,631 നിൽക്കുമ്പോൾ 3.74% പ്രോഫിറ്റാണ് കഴിഞ്ഞ 8 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,585 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,487 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,619 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്ന് 24,631 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ചത്തെ ടോട്ടൽ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 268 പോയിൻറ്റ് നിഫ്റ്റി ഉയർന്നാണ് ഈ ആഴ്ച ക്ലോസ് ചെയ്തത്. 1.10% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്.
മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ കോർ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ ഫ്രം USA വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് USD ഫോറക്സ് റിസർവ് ഡേറ്റ നാളെ 15 ഓഗസ്റ്റിന് വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. നല്ലൊരു ലോങ് വീക്കെൻഡ് ആശംസിക്കുന്നു. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി മൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.